കാരുണ്യ പാഠങ്ങളായിരുന്നു. ആ മിഴിയിൽ എപ്പോഴും റംസാൻ നിലാവിന്റെ കുളിരിടം സാന്ത്വനമായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. ആദ്ര സൗന്ദര്യം തുളുമ്പുമാ സാമീപ്യം ആദരവോടെ ഇന്നോർക്കുന്നു ഞാൻ. അന്ത്യയാത്രാമൊഴി ചൊല്ലും മലപ്പുറം ദുഃഖക്കടലായതോർക്കുന്നു ഞാൻ. ഒരു മലയാളത്തിലെ ഹിന്ദു കവി മുസ്ലിമായ ഒരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതണമെങ്കിൽ ആ ബന്ധം ഊട്ടിയുറപ്പിച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗിന്റെ പങ്ക് നിസ്തുലമാണെന്ന് സമ്മതിക്കേണ്ടി വരും. ചരിത്രം സമ്മതിക്കും. മാത്രമല്ല, നിങ്ങൾ നോക്ക്, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളെക്കുറിച്ച് മനോഹരമായ കവിത എഴുതി. തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അപരന്റെ ദുഃഖത്തിൽ അലിയുന്ന ഹൃദയവും അനുപമ സ്നേഹം വഴിയും മിഴികളും ജാതി ഏതായാലും ആലിടും മർത്യനെ ജാതകാരുണ്യം തഴുകിത്തലോടുന്ന ദീർഘബാഹുക്കളും സുന്ദര സുസ്മിത ദീപ്തിയും ചേർന്നൊത്ത പുരുഷാകാരമേ. സാത്വിക ശ്രേഷ്ഠർ തൻ വംശീയ വല്ലിയിൽ പൂത്ത പൂവേ വാഴുക നീനാൾ ഭവാൻ. എന്താണ് ആ വാക്കൊക്കെ? മലയാളത്തിന്റെ മനോഹരമായ വാചകങ്ങൾ കോർത്തിറക്കിക്കൊണ്ട് മനോഹരമായി തങ്ങളെക്കുറിച്ച് ഒരു ഹിന്ദു കവി പറയുമ്പോൾ അഭിമാനം കൊള്ളില്ലേ നമ്മൾ? എന്തൊരു അഭിമാനകരമായ അസ്തിത്വമാണത്, നമ്മൾ ഓർക്കണ്ടേ? ഒരു അറബി കവി തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആ പടിവാതിൽക്കൽ തീരാത്തൊരു പ്രശ്നമല്ലാതെ പറഞ്ഞു. ആ പടിവാതിൽക്കൽ ചെന്ന പ്രശ്നം ഒന്നും തീരും, തമ്മിൽ തർക്കിച്ച പ്രശ്നങ്ങൾ മുഴുവൻ. അതിന് അദ്ദേഹം ഉപയോഗിച്ച പദം പോലും വളരെ മനോഹരമാണ്. നമ്മുടെ കോടതികളിൽ എത്രയോ കേസുകൾ പരാജയപ്പെട്ടു. എത്ര ശക്കവകൾ പരാതികൾ കോടതികൾ പരാജയപ്പെട്ടു അത് പരിഹരിക്കാൻ. ഫഫീ റഹ്ബിഹി പാണക്കാട്ടെ പടിവാതിൽക്കൽ ജബറുൻ പരിഹാരമുണ്ട് ബിദൂനി തജദ്ദുലിൻ, ഒരു തർക്കവും കൂടാതെ. എന്തൊരു മനോഹരമാണ് വാക്കൊക്കെ. എല്ലാ ജാതി മതസ്ഥരും ഇങ്ങനെ സ്നേഹിച്ച ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു നേതൃത്വം പടച്ചറബ് നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു സമൂഹത്തിന് ധന്യമായ ഒരു അവസ്ഥ എന്താ? പടച്ചറബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കാര്യമല്ലേ? ഞാൻ ദുർഗിപ്പിക്കുന്നില്ല, എനിക്കറിയാം അമോസാഹിബിന്റെ തിരക്ക്, ഇവിടെ ഇരിക്കുന്ന നേതാക്കളുടെ അവസാനം തന്നെ അങ്ങനെ പറഞ്ഞാൽ മതിട്ടോ. ഷാഫിയൊക്കെ ദീർഘമായി പ്രസംഗിക്കുന്നത് കേൾക്കാൻ നിൽക്കാതില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമയം ഒരു പരിധി ഞാൻ അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് അങ്ങനെ പറയുന്ന. കാരണം അദ്ദേഹം തന്നെ നമ്മളൊക്കെ പിതാവിനേക്കാൾ പ്രായമുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ഒരുപാട് ഞാനൊക്കെ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന കാലത്തെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മൾക്കൊരു അഭിമാനമാണ്. നമ്മളെപ്പോഴും അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ മലപ്പുറത്ത് നിങ്ങൾ നോക്ക്, കോഴിക്കോട്ട് ഒരു പാസ്പോർട്ട് ഓഫീസ് ഉള്ളപ്പോ അതിന്റെ തൊട്ടടുത്ത ജില്ലയിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ തൊട്ടടുത്ത ജില്ലയിൽ ഒരു പാസ്പോർട്ട് ഓഫീസ്? അതിന്റെ ഉദ്ഘാടന വേളയിൽ എനിക്കറിയാം ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കൾ പോലും പറഞ്ഞു അത് ഈ ഇരിക്കുന്ന അഹമ്മദ് സാഹിബിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എല്ലാത്തിനും വാചകല്ലേ അഹമ്മദ് സാഹിബിന്റെ ആ കഴിവ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കും, മലപ്പുറത്ത് കോഴിക്കോട്ട് ഒരു പാസ്പോർട്ട് ഓഫീസ് ഇരിക്കെ തൊട്ട് മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒന്നൊരു തൃശ്ശൂർ വരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം തന്റെ പ്രത്യേക താല്പര്യമെടുത്ത് ഒരു വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനം. റെയിൽവേ വകുപ്പ് കുറച്ചു കാലമേ കൈകാര്യം ശ്രമിച്ചു. അപ്പോഴേക്കും കേരളത്തിൽ കണ്ടില്ല എത്ര ട്രെയിനുകൾ കൂടുതൽ ഓടാൻ അവസരം ഉണ്ടായി. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു വന്ന ഈ സമാധാനത്തിന്റെ ദൂതനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് ഈ സ്നേഹ സന്ദേശവും അതുപോലെ തന്നെ ഐക്യത്തിന്റെ സന്ദേശവും കൊടുത്തുകൊണ്ടാണ്. ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്ന അവസ്ഥ എന്താ? എതിരാളികളെ കൊന്നൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഷാഫിയോട് പറയും. ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്നവരും എതിരാളികളെ ആശയപരമായി നേരിടണം എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ താല്പര്യം. ഇസ്ലാമിന്റെ താല്പര്യം അതാ. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അതാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സി എച്ചിന്റെ സമീപനത്തെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. സി എച്ച് പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ ഒരിക്കൽ സി എച്ചിനെ കരിങ്കൊടി കാണിച്ചു. അതിനെതിരെ വികാരപരമായി അവരെ കൈകാര്യം ചെയ്തതിന് പകരം സി എച്ച് ചെയ്ത പണി എന്താ? അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ നക്സൽ പ്രശ്നമുള്ള കാലത്ത് കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം കൊണ്ട് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ കരിങ്കൊടി ഉയർത്തിപ്പിടിക്കുന്ന ആളുകളോട് എനിക്കൊരു നിമിഷം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഉയർത്തിപ്പിടിച്ച കറുത്ത കൊടിയുള്ള ആ നിറത്തിലുള്ള കറുത്ത തുണിയെടുത്ത പെണ്ണുങ്ങൾ വോട്ട് ചെയ്തും പ്രാർത്ഥിച്ചുമാണ് ഞാനിവിടെ എത്തിച്ചത്. ആ കൊടി കാണുമ്പോൾ എനിക്ക് ആവേശം വരും, ഒന്ന് ഉയർത്തി വീശുമോ എന്ന് ചോദിച്ചു. ആ കൗമുദ് ഇട്ട് ഓടി. ആവേശം കൊടുക്കാനാണ് പിന്നെ ഉയർത്തി വീശേണ്ട ആവശ്യമില്ലല്ലോ. ആവേശം കെടുത്താൻ കൊണ്ടുവന്ന സാധനം ഇത്ര വലിയ ആവേശം കൊടുക്കുന്നതാണെന്ന് അവർ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതാണ് അദ്ദേഹത്തിന്റെ ശരി. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നേരിടുക. നമ്മുടെ നേതാക്കൾ നമുക്ക് കാണിച്ചെന്ന ഉദാത്തമായൊരു മാർഗമാണത്, തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ആ രീതിയിൽ തിന്മകളെ നേരിട്ടുകൊണ്ട് മനോഹരമായ പ്രവർത്തനത്തിലൂടെ കേരളത്തിന് സ്ഥിരപ്രതിഷ്ഠ നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തെ കാണുന്നത് എന്താ? കലാപക്കളമാക്കുന്ന ഒരവസ്ഥ. ബോഡി ലാംഗ്വേജ് പോലും ഒരു ദാക്ഷ്യത്തിൽ പ്രകടമാക്കുന്ന രീതിയിൽ ടെലിവിഷനിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ചില നേതാക്കളെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അത്തരം പ്രസ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇന്ന് നമ്മൾ കാണുന്നു. അവിടെ ഒരു പ്രതീക്ഷ സമാധാനത്തിനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ മണ്ണ് സുരക്ഷിതമാക്കണേ, സമാധാനപരമാക്കണേ. സമാധാനമാണ് ആവശ്യം. മുസ്ലിം ലീഗിന്റെ എക്കാലത്തുമുള്ള മുദ്രാവാക്യം അതാ, അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം വ ഇലൈക യർജിഉ സലാം എന്ന് പറഞ്ഞ പോലെ
ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് എവിടെയും ഒരു തരത്തിലുമുള്ള അസമാധാനം ഉണ്ടായിട്ടില്ല. അതിലുപരി പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, KMCCയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ്. ഇത്രയധികം സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു സമൂഹം വരെയില്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളുടെ ഫലമായി എത്ര വീടുകൾ നിർമ്മിക്കപ്പെട്ടു, ഇപ്പൊ ബൈത്തുർ റഹ്മയിലൂടെ എത്ര നിർമ്മിക്കപ്പെടുന്നു. അതിലുപരി നമ്മുടെ കേരളത്തിലെ എത്ര സാധുക്കളായ പെൺകുട്ടികൾക്ക് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു. CH സെന്ററിലൂടെ എത്ര ദാരുണമായ രോഗത്തിന് അടിപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുക്കാൻ കഴിഞ്ഞു. KMCCകൾ ചെയ്യുന്ന ഈ സംഭാവനകൾ ഒന്ന് കണക്ക് കൂട്ടി നമ്മുടെ ഒരു കൊല്ലം മൊത്തം ഈ ഗൾഫ് രാജ്യങ്ങളിലെ KMCCകളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ പണം നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത്. ആ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, മറ്റു രാഷ്ട്രീയ പാർട്ടിയെ പോലെ മുസ്ലിം ലീഗിനെയും ഈ KMCCയെയും കാണണ്ട. ഒരു ഇബാദത്ത് പോലെ ഇതിനെ കൊണ്ടു നടന്ന പൂർവിക മഹത്തുക്കളുണ്ട്. ഞാനൊരൊറ്റ കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കാം. ഞാൻ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്ന ചില അവസരം, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, സൂഫി വര്യൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. 77 മുസ്ലിം ലീഗിന്റെ സമ്മേളനം കോഴിക്കോട്ട് നടക്കുമ്പോൾ ആ മഹാസമ്മേളനത്തിൽ ദുആ ചെയ്യാൻ അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത്. അദ്ദേഹം ദുആ ചെയ്യുന്നു എന്ന വാർത്ത പത്രത്തിൽ വന്നു. ഇപ്പൊ സമസ്തയിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ പണ്ഡിതനുണ്ട്, C. കോയക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. മാത്രമല്ല, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പഴയ തലമുറയിലെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. വളരെ ബാഫയ്ക്ക് എത്തിങ്ങാനുള്ള കുട്ടികൾ ചാപ്പനങ്ങാടി ബാബുസ്ലിയാരുടെ പേരിൽ ഒരു സ്മരണിക ഇറക്കിയിട്ടുണ്ട്. അതിൽ ഈ സംഭവം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം സംശയിക്കാതിരിക്കാൻ ആമുഖം അങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാബുസ്ലിയാർ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് കേട്ടപ്പോ കോയക്കുട്ടി ഉസ്താദിന്റെ സംശയം, നല്ലൊരു സൂഫി വര്യനായ വലിയൊരു പണ്ഡിതനായ മനുഷ്യൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യോഗത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ശരിയുണ്ടോ? അതുകൊണ്ട് അദ്ദേഹം അത് മറച്ചു വെക്കാതെ നേരിട്ട് ചാപ്പനങ്ങാടിയിൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് അങ്ങിയെന്നു. വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ ചെന്ന് ഈ വിഷയം പങ്കുവെച്ചപ്പോ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആമുഖം ഒന്നുമില്ലാതെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാചകം ആ സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്. പഴയ സമത്തിലെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പറഞ്ഞ വാചകം, മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ ഒരു രക്ഷാ കവചമാണ്. അതിനുവേണ്ടി ദുആ ചെയ്യലാണ് പണ്ഡിതന്റെ കടമ. അതിനൊരു സംശയവും വേണ്ട. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പറഞ്ഞ വാചകമാണ്. അതിനൊരു സംശയവും വേണ്ട. അതിന് ദുആ ചെയ്യൽ പണ്ഡിതന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ഞാൻ മനസ്സിലാക്കുന്നു, ആരെതിർത്താലും ശരി അത് പച്ച പിടിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണ വലയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള മേഖല നമ്മൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത, എത്ര ഭൂരിപക്ഷ സമുദായം അവിടെ ഉണ്ടായാലും ശരി എല്ലാവർക്കും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. അതല്ലേ? അങ്ങനത്തെ ഒരു സൗകര്യമുള്ള രാജ്യം ഏതാ? ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ആ അന്തസ്സിനെ കുറിച്ച് ഓർക്കാൻ പ്രതിസന്ധി മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിലും ശരി, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്ന് പറയുന്ന ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫേഴ്സ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇത് അന്തസ്? സ്വതന്ത്രമായി മതം ഫ്രീലി പ്രൊഫേഴ്സ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ്, വിശ്വാസ അനുഷ്ഠാന പ്രചരണ സൗകര്യം. ഇതെന്താ അത്ഭുത! 20% സമൂഹത്തിന് 80% ഇസ്ലാം ഉയർത്തിപ്പിടിക്കാനുള്ള അഭിമാനം. അത് തീവ്രവാദത്തിലൂടെയോ അപകടത്തിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ ചില സമുദായത്തിലെ ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയത്തിലൂടെ നടക്കൂല. അത് കായികമില്ലത്തിന്റെ സാമുദായിക രാഷ്ട്രീയത്തിലൂടെ മാത്രമേ നടക്കൂ. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ വരും തലമുറയെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ തലമുറക്ക് പഴയ നേതാക്കന്മാരുണ്ടാക്കി തന്ന അന്തസ്സിനെ കുറിച്ച് അറിയില്ല. പീഡിത സമൂഹം 921 ചവിട്ടി മതിക്കപ്പെട്ട ഒരു സമൂഹം ഉയർന്നു വന്ന് ഇന്നീ അവസ്ഥയിലെത്തിയത് ശ്രമകരമായ ഒരുപാട് പ്രവർത്തനത്തിന്റെ ഫലമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, നമുക്ക് അന്തസ്സുണ്ടാക്കാൻ എന്തൊക്കെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, ഓർക്കണം നിങ്ങൾ. എന്നിട്ട് നമ്മളിപ്പോ എത്തിപ്പിടിക്കുമ്പോ ചെറിയ ഒരു മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴേക്കും ഒരു മന്ത്രി കൂടുതൽ വന്നു എന്നതുകൊണ്ട് വലിയ വിവാദമാക്കി നമ്മുടെ കേരളത്തിൽ. ഞാനിപ്പോ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണലായി നമ്മളൊരു വിഷയത്തെയും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ആരും അങ്ങനെ ഒരു വിഷയത്തെ കമ്മ്യൂണലായി കണ്ടിട്ടില്ലല്ലോ. വർഗീയതയുടെ കണ്ണോടുകൂടി കാണാറുമില്ലല്ലോ. അപ്പൊ കേരളത്തിൽ ഒരു ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം പോലും പലപ്പോഴും ഒരേ സമുദായമായ അനുഭവം ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായി നിങ്ങൾ നോക്ക്, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ UDFന്റെ കാലഘട്ടത്തിന്റെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭം, അദ്ദേഹത്തിന്റെ സമുദായം, അദ്ദേഹത്തിന് അതേ സമുദായത്തിൽപ്പെട്ട പത്മകുമാർ ചീഫ് സെക്രട്ടറി, DGP മധുസൂദനായിരുന്നു അതേ സമുദായത്തിൽപ്പെട്ട ആള്. അന്ന് മുന്നണി കൺവീനറോ ശങ്കരനാരായണൻ, 4 പേരും ഒരു സമുദായത്തിൽപ്പെട്ട ആള്. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന മുഖ്യമന്ത്രി, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സംബന്ധിച്ചിടത്തോളം ചീഫ് സെക്രട്ടറി, ക്രമസമാധാന പോലീസിന്റെ DGP, ആ ഭരണത്തെ നിയന്ത്രിക്കുന്ന മുന്നണിയുടെ കൺവീനർ, 4ഉം ഒരു സമുദായം. ആരെങ്കിലും പറഞ്ഞു വർഗീയമായി? ആന്റണി മുഖ്യമന്ത്രി. അതേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ആരാണ് അന്ന്? ബാബു തോമസ് ചീഫ് സെക്രട്ടറി, ഹോർമിസ് സരകൻ അന്ന് DGP, ഇന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന കൺവീനർ, 4ഉം ഒരു സമുദായം. നമ്മൾ പറഞ്ഞോ ഭരണം മുഴുവൻ ഒരു സമുദായത്തിന്റെ ആയി? പറഞ്ഞില്ല.
നടന്നില്ല. നമ്മൾ അങ്ങനെ കമ്മ്യൂണലായതിനെ കണ്ടില്ല, നമ്മളിതിനെ സാമുദായികമായി ആ രീതിയിൽ വിലയിരുത്തിയില്ല. മറിച്ചോ ഒരു മന്ത്രി മുസ്ലിം ലീഗിന് വന്നപ്പോഴേക്കും കണ്ട അനുഭവം കണ്ടോ നിങ്ങൾ? എന്ത് അത്ഭുതമാണ്! എന്തൊക്കെയാ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്? നമ്മൾ ചെയ്യേണ്ട എന്താ? ഒറ്റ വാചകം മാത്രം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത്തരം പ്രതിസന്ധികൾ വരും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇൻ തംസസ്കും ഹസനത്തുൻ തസ്ഉഹു. ഖുർആനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം നേടുമ്പോൾ മറ്റുള്ളവർക്ക് ചെറിയ വെറുപ്പുണ്ടാവും. വൈൻ തുസിബുക്കും സയ്യിഅത്തുൻ, നിങ്ങൾക്കൊരു ദോഷം വരുമ്പോൾ യഫ്റഹൂ ബിഹാ, അവർ സന്തോഷിക്കും. ഉറപ്പല്ലേ? ലീഗ് തോറ്റപ്പോ എല്ലാവരും സന്തോഷിച്ചില്ലേ? നിങ്ങൾക്ക് ദോഷം വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, നിങ്ങൾക്ക് ഗുണം വരുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കൊരു അജണ്ട ഉണ്ട്, വേറെ ആൾ അജണ്ട ഉണ്ടാക്കി തണ്ട. ഖുർആൻ പറഞ്ഞ അജണ്ട എന്താ? വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു നേതൃത്വം ഉണ്ട്, അവർ പറയുന്നത് വരെ നമ്മൾ അവർ പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ. എടുത്തിയാണെങ്കിൽ വൈൻ തസ്ബിറു വതത്തഖു, പടച്ചോനെ പേടിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ലാ യദുറുക്കും കൈദുഹും ഷൈഅ, ഒരു ശത്രുവിന്റെ കുതന്ത്രവും നിങ്ങളെ ബാധിക്കില്ല. രണ്ട് കാര്യമാണ് പറഞ്ഞത്. നമ്മൾ സ്വയം തീരുമാനമെടുത്ത് എടുത്തു ചാടാതെ നേതൃത്വം പറയുന്നത് വരെ നേതൃത്വം അനുസരിച്ച് വളരെ ക്ഷമയോടെ നിൽക്കുക, പടച്ചോനെ പേടിച്ച് ജീവിക്കുക. വാഫക്കി തങ്ങൾ പറയാറുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് മറ്റു രാഷ്ട്രീയ പാർട്ടിയെ പോലെയല്ല, ഇത് മുസ്ലിം ലീഗാ. ആദ്യം മുസ്ലിം ആകണം, പിന്നെ ലീഗ് ആവണം. അതാണ്, ആദ്യം മുസ്ലിം ആകണം, പിന്നെ ലീഗ് ആവണം, എന്നാൽ ലീഗ് ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട സന്ദേശം അതാണ്. വളരുന്ന തലമുറയിലെ അരാഷ്ട്രീയ ബോധത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ പ്രക്രിയ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരു അധിക പ്രസംഗത്തിന് തുനിയാതെ ഇത്രയും വലിയൊരു വേദിയിൽ കൂടുതൽ പ്രസംഗിക്കുന്നത് പന്തിയിൽ എന്ന് മനസ്സിലായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റവസരത്തിലാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.